ലീപ് ബൈ AS ഫാക്ടറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിത്ത് റെഫറൻസ് ടു വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഫ്രം എക്കണോമി ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് നമ്മൾ ആസ് എ മലയാളി നമ്മളിത് ഒരുപാട് കേട്ടിട്ടുള്ള വാക്കാണ്. ഏതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്? വിഴിഞ്ഞം പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ കേട്ടിട്ടുള്ള വാക്കാണ്. നോക്കൂ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, it is a one-time grant provided to financially unviable public-private partnership projects to make them commercially viable. അപ്പോൾ ഒരു വൺ ടൈം ഗ്രാൻഡ് ആണ്. എന്തിന്? ഫിനാൻഷ്യലി അൺവയബിൾ ആയിട്ടുള്ള PPP പ്രോജക്ട്സിന് അതിനെ വയബിൾ ആക്കി എടുക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു വൺ ടൈം ഗ്രാൻഡ് ആണ് എന്ത്? VGF എന്ന് പറയുന്നു. ലോജിക്കലി ട്രൂ അല്ലേ? അതായത് ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉള്ള ഒരു PPP പ്രോജക്റ്റിനെ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന വൺ ടൈം ഫിനാൻഷ്യൽ ഗ്രാൻഡ്, അതിനാണ് VGF എന്ന് പറയുന്നത്. ദി പർപ്പസ് ഓഫ് VGF ഈസ് ടു ബ്രിഡ്ജ് ഗ്യാപ്പ് ബിറ്റ്വീൻ എ പ്രൊജക്ട്സ് ലോങ് ടൈം കോസ്റ്റ് ആൻഡ് ഇറ്റ്സ് എക്സ്പെക്ടഡ് റവന്യൂ എൻഷുറിംഗ് ഇറ്റ്സ് ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി. തീർച്ചയായിട്ടും അതും ട്രൂ ആണ്. എന്തുകൊണ്ടാണ്? കാരണം അത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞതിന് മറ്റൊരു ടെക്നിക്കൽ ടൈമിൽ കൊടുത്തിരിക്കുക. എന്തിന് VGF കൊടുക്കുന്നു? പ്രൊജക്ടിന് ലോങ് ടൈം കോസ്റ്റ് ഉണ്ട്. കാരണം ഇത് ഫിനാൻഷ്യലി വയബിൾ ആവണമെങ്കിൽ കുറേ കാലം എടുക്കും. അപ്പോൾ ലോങ് ടൈം കോസ്റ്റ് ഇതിനുണ്ട്. കുറേ പൈസ ചിലവാകും ഫിനിഷിങ്ങിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ. ആൻഡ് അത്രയും കാലം ചിലവാക്കുന്ന പൈസയും അതിൻ്റെ എക്സ്പെക്റ്റഡ് റവന്യൂവും തമ്മിൽ, അതായത് ടൈം ഒരുപാടുണ്ട്, അത് കഴിഞ്ഞിട്ട് റവന്യൂ ജനറേറ്റ് ആയി കിട്ടത്തുള്ളൂ. അവിടെ എന്താണ്? ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാനായിട്ടാണ് എന്ത്? VGF കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടും ട്രൂ. തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ, projects in the social sector such as health and education are not eligible for VGF as scheme is limited to infrastructure projects. അതായത് സോഷ്യൽ സെക്ടർ സ്കീംസിന് VGF കിട്ടത്തില്ല. അത് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സിനാണ് കൂടുതലായിട്ടും കിട്ടുന്നത് എന്ന് പറയുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകളിലാണെന്നേ ഉള്ളൂ. ഇത് സോഷ്യൽ സെക്ടറിലും കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് സെക്ടറിൽ അങ്ങനെ വ്യത്യാസങ്ങളൊന്നുമില്ല. സോഷ്യൽ സെക്ടർ ആയിക്കോട്ടെ, മാനുഫാക്ചറിങ് സെക്ടർ ആയിക്കോട്ടെ, ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ, എന്ത് പ്രൊജക്റ്റ് ആയിക്കോട്ടെ, അവിടെയൊക്കെ നമ്മൾക്ക് എന്താണ്? VGF കൊടുക്കുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് തേർഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ് ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് 1 and 2 only. ക്ലിയർ ആയോ? മൂവിങ് ഓൺ ടു ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ. സ്മോൾ ക്വസ്റ്റ്യൻ yet thinkable. The wettest place in the world is situated in which of these hills? ഇതിൽ ഏത് കുന്നുകളിലാണ് ലോകത്തിലെ ഏറ്റവും വെറ്റസ്റ്റ് പ്ലേസ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദ്യം. അത് വല്ലാത്തൊരു ചോദ്യമായി പോയി അല്ലേ? പക്ഷേ ഈ ടൈപ്പ് ചോദ്യങ്ങൾ നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ UPSC പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതിന് ഏറ്റവും ഈസി ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് അജന്ത കേവ്സിനെ കുറിച്ചിട്ട് ചോദിച്ച ചോദ്യമാണ്. അതായത് ചോദ്യം അജന്ത ആൻസർ വരുന്ന രീതിയിലേക്കായിരുന്നു. അതായത് വഘോര റിവറിന് തൊട്ടടുത്തുള്ള ഇതിലേതാണ് വഘോര റിവറിന് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്നത്? ഇങ്ങനെയായിരുന്നു ഒരു ചോദ്യം. അപ്പം ബേസിക്കലി എന്താണ് ആ സ്ഥലത്തിന്റെ, നമ്മൾ അജന്താന്നും എല്ലോറാന്നും എലിഫന്റാന്നും ഒക്കെ കേൾക്കുന്നുണ്ടാവും. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ഹിസ്റ്റോറിക്കലി പഠിക്കുന്നുണ്ടാവും അല്ലേ? അജന്ത കേവ്സിൽ ഈ പറയുന്ന എന്താ ബുദ്ധിസ്റ്റ് പെയിന്റിങ്സ് നമുക്ക് കാണാം. എല്ലോറയിൽ ബുദ്ധിസ്റ്റ്, ജൈനിസ്റ്റ്, ഹിന്ദുയിസ്റ്റ് പെയിന്റിങ്സ് ഒക്കെ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെയൊക്കെ പഠിക്കുന്നുണ്ടാവും. പക്ഷെ അതിന് ജോഗ്രഫി നമുക്ക് പഠിക്കുന്നുണ്ടാവില്ല. പക്ഷെ ഇതൊക്കെ പത്രത്തിൽ വരുന്നുണ്ട് കേട്ടോ. അതാണ് അതിന്റെ രസം. അപ്പോൾ പത്രത്തിലൊരു ന്യൂസ് വരുമ്പോൾ അതിന് സൈഡിൽ അല്ലെങ്കിൽ അകത്തെവിടെയും ആയിരിക്കും പറഞ്ഞേക്കുന്നത് തൊട്ടടുത്തൂടെ വഘോര റിവർ ഒഴുകുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞേക്കുക. അതേപോലെ ഒരു ചോദ്യമാണ്. വേൾഡിലെ ഏറ്റവും വെറ്റസ്റ്റ് പ്ലേസ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം അല്ലേ? പണ്ട് ചിറാപുഞ്ചി എന്ന് പറയുന്ന ആ പ്ലേസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മൗസിനറാം എന്ന് പറയുന്ന പ്ലേസ് ആണ് പറയുന്നത്. അപ്പോൾ ബേസിക്കലി ഇത് രണ്ടും അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണ്. അപ്പം മൗസിൻറാമും ചിറാപുഞ്ചിയൊക്കെ. അപ്പം ഇതാണെന്നറിയാം. ഇതെവിടാണെന്നറിയാം? ഇത് മേഘാലയയിലാണെന്നും അറിയാം. ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിട്ട് കാര്യമില്ല. മേഘാലയയിൽ ഏത് ഹില്ലിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നറിയാം. സോ മേഘാലയ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പട്കായ് ഹിൽസ് എന്തായാലും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. കാരണം പട്കായ് എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശിലെ ഹിൽസാണ്. എന്നാലും ഗാരോ ഉണ്ട്, ഖാസി ഉണ്ട്, ജൈന്തിയ ഹിൽസ് ഉണ്ട്. 3 ഹിൽസും മേഘാലയയിലാണ്. അതായത് മേഘാലയ എന്ന് പറയുന്ന സ്റ്റേറ്റ് തന്നെ ഈ 3 ഹില്ലുകളിലായിട്ടാണ് കിടക്കുന്നത്. ഗാരോ, ഖാസി, ജൈന്തിയ. ഇതിലേതിലാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ടൈപ്പ് ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് UPSC സംസ്ഥയെ സംബന്ധിച്ചിടത്തോളം. ഇതൊരു ആസ്പിരന്റ് നോർമലി പത്രത്തിൽ നിന്നും വായിച്ചൊന്നും എടുക്കുന്നില്ല. അതുകൊണ്ടാണ് ലീപ്പ് എന്തുകൊണ്ട് നിങ്ങൾ കാണണം എന്ന് വീണ്ടും ഞാൻ പറയുന്നത്. ലീപ്പിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തും. നിങ്ങളായിട്ട് മെനക്കെട്ട് കണ്ടുപിടിച്ച് പഠിക്കുന്നതിന് പകരം ലീപ്പ് കൺസിസ്റ്റൻ്റ് ആയിട്ട് കാണുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും എന്താണ് ഈ ടൈപ്പ് ചോദ്യങ്ങൾക്ക് ഈസി ആയിട്ട് ഉത്തരം നൽകാൻ ഒക്കും.
എന്താ പഠിച്ചു വെച്ചോ. എവിടെയാണ് മോസിൻ റാം സ്ഥിതി ചെയ്യുന്നത്? ഇറ്റ്സ് ഇൻ ഖാസി ഹിൽസ്, ഈസ്റ്റ് ഖാസി ഡിസ്ട്രിക്റ്റിലാണ് എന്തുള്ളത്? മോസിൻ റാം, അതായത് ലോകത്തിലെ ഏറ്റവും വെറ്റസ്റ്റ് പ്ലേസ് ഉള്ളത് ഖാസി ഹിൽസിലാണ്. പഠിച്ചു വെക്കുക ഇപ്പം തന്നെ. എന്തുകൊണ്ട് ഇത് ന്യൂസിൽ വന്നു? ഒരു പക്ഷേ നിങ്ങളിത് ഹിന്ദുവിൽ കണ്ടിട്ടുണ്ടാവില്ല. ഹിന്ദുവിൽ ഇത് കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ നമുക്കറിയാവല്ലോ, എവിടെ നിന്ന് മാത്രമല്ല UPSC ചോദ്യം ചോദിക്കുന്നത്. അതിന് ഹിന്ദുന്നോ ഇന്ത്യൻ എക്സ്പ്രസ് എന്നോ ഉള്ള ഒരു 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 ലിമിറ്റേഷൻസ് ഒന്നുമില്ല. മനസ്സിലായി? എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. അവർ ചോദിക്കുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് എന്ത്? ഡൗൺ ടു എർത്ത്. മനസ്സിലായില്ലേ? ഡൗൺ ടു എർത്തിൽ റീസെൻ്റ്ലി വന്ന ഒരു ആർട്ടിക്കിൾ പ്രകാരം ഈ വർഷം ചിറാപുഞ്ചിയിലെ എന്താണ്, മൺസൂൺ വളരെ കുറവാണ്. അതായത് ഭയങ്കര കുറവെന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവാണ്. സോ ലോകത്തിലെ ഏറ്റവും വെറ്റസ്റ്റ് പ്ലേസ് ഈ വർഷം ഒരു ഡ്രൈയസ്റ്റ് പ്ലേസ് ആയിട്ട് മാറുന്നു എന്നുള്ളതിൻ്റെ ഒരു ന്യൂസാണ് വന്നത്. സോ അവിടെ നിന്നും UPSCയുടെ ഒരു മൈൻഡ് സെറ്റ് വെച്ചാണെങ്കിൽ അവർക്ക് ഇങ്ങനെ ചോദ്യം ചോദിക്കാം: ഏത് ഹിൽസിലാണ് എന്തുള്ളത്? ചിറാപുഞ്ചി അല്ലെങ്കിൽ മൗസിൻ റാം ഉള്ളത്. മനസ്സിലായോ? പഠിച്ചു വെച്ചോ. ഖാസി ഹിൽസിലാണ് ലോകത്തിലെ ഏറ്റവും വെറ്റസ്റ്റ് പ്ലേസ് സ്ഥിതി ചെയ്യുന്നത്. കണ്ടോ? ഈസ്റ്റ് ഖാസി ഹിൽസ് ആണ് ഇവിടെ ഉള്ളത്. ഈ ഗ്രീനിലേക്ക് നോക്കിയാൽ കാണാം മൗസിൻ റാമും ചിറാപുഞ്ചിയും ഒക്കെ എവിടെയാണുള്ളത്? ഈസ്റ്റ് ഖാസി ഹിൽസിലാണ്. സോ ബേസിക്കലി ഇവിടെയാണ് ഗാറോ കിടക്കുന്നത്, ഇവിടെ തൊട്ട് ഖാസിയാണ്, ഇങ്ങനെ ഇങ്ങോട്ട് ജയന്തിയാണ്. ഇങ്ങനെയാണ് മൂന്നായിട്ടാണ് എന്ത് കിടക്കുന്നത്? മേഘാലയ എന്ന് പറയുന്ന സംസ്ഥാനം 3 കുന്നുകളിലായിട്ടാണ് കിടക്കുന്നത്. ക്ലിയർ ആയല്ലോ? മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Recently in news, H2ICE and BET are related to which of the following fields? ഈ ടൈപ്പിൽ UPSC ചോദ്യം ചോദിച്ചിട്ടില്ല എന്നാണോ നിങ്ങൾ കരുതുന്നത്? തീർച്ചയായിട്ടും ഒരു ക്ലൂവും തരാതെ അബ്രീവിയേഷൻസ് ഡയറക്റ്റ് തന്നിട്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതും എൻവയോൺമെന്റിൽ നിന്നാണ് കൂടുതലും ചോദ്യങ്ങൾ വരാറുള്ളതും. നോക്കൂ, H2ICEയും ബെറ്റും രണ്ടും എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് റീസെന്റ് ന്യൂസിൽ വന്നിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഫോർ മാൻഡ് സ്പേസ് മിഷൻസ്. ഓപ്ഷൻ ബി, സീറോ എമിഷൻ ടെക്നോളജീസ്. ഓപ്ഷൻ സി, ഫൈറ്റോ സാനിറ്ററി മെഷേഴ്സ് എൻഫോഴ്സ്ഡ് ഓൺ ഫുഡ് പ്രൊഡക്ട്സ് ഇമ്പോർട്ടഡ് ടു യൂറോപ്യൻ യൂണിയൻ. And option D, new visas provided by UK to professionals from India as per double contribution convention. ഇതിൽ കാര്യം അറിയാത്ത ആളിനെ സംബന്ധിച്ചിടത്തോളം ഗസ്സിനൊന്നും ഒരു സ്കോപ്പും ഇല്ല. ആദ്യം എന്താ അറിയാതിരിക്കണം? H2ICE stands for hydrogen internal combustion engine and BET stands for battery electric truck. ഇപ്പൊ നിങ്ങൾക്ക് ആൻസർ കിട്ടി കാണും. ദി ആൻസർ ഈസ് സീറോ എമിഷൻ ടെക്നോളജീസ്. അതായത് സീറോ കാർബൺ എമിറ്റ് ചെയ്യുന്ന ടെക്നോളജികളാണ് ഇത് രണ്ടും. ഹൈഡ്രജൻ ഇന്റർണൽ കമ്പഷൻ എഞ്ചിനിൽ എന്താണ്? ഹൈഡ്രജൻ ആണ് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നത്. അതിന്റെ ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പച്ചവെള്ളമായിരിക്കും, അല്ലേ? അവിടെ കാർബൺ എമിഷൻ ഇല്ല. അതുപോലെ ബാറ്ററി ഇലക്ട്രിക് ട്രക്ക്. ബാറ്ററി ഇലക്ട്രിക് ട്രക്കിൽ എന്താണ്? എന്തെങ്കിലും കാർബൺ എമിഷൻ ഉണ്ടാവുന്നുണ്ടോ ഇലക്ട്രിക് വണ്ടികളിൽ നിന്ന്? ഇല്ല. മനസ്സിലായി? ഇത് രണ്ടും സീറോ എമിഷൻ ടെക്നോളജീസ് ആണ്, പഠിച്ചു വെക്കേണ്ടതാണ്. കാരണം നമുക്ക് സീറോ എമിഷൻ ട്രക്കിംഗ് എന്നും പറഞ്ഞിട്ട് ഒരു പരിപാടിയുണ്ട്. എന്താണ് സീറോ എമിഷൻ ട്രക്കിംഗ്? അതായത് ട്രക്കുകൾ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാർബൺ എമിറ്റ് ചെയ്യുന്ന വാഹനങ്ങളിലൊന്ന് ട്രക്കുകളാണ്. മനസ്സിലായില്ലേ? നമ്മുടെ റോഡുകളിൽ കൂടെയാണല്ലോ ചരക്ക് ഗതാഗതം ഏറ്റവും കൂടുതൽ ഇന്ത്യക്കുള്ളിൽ നടക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ട്രക്കുകളിലാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. ട്രക്കുകളെല്ലാം ഡീസൽ വണ്ടികളുമാണ്. അപ്പോൾ ഒരുപാട് ഡീസൽ വണ്ടികളാണല്ലോ, ഒരുപാട് കാർബൺ എമിഷൻസ് നടക്കും. മനസ്സിലായോ? അവിടെയെല്ലാം ആ കാർബൺ എമിഷനിൽ നിന്ന് മാറി അതിനൊക്കെ സീറോ എമിഷൻ ട്രക്കിങ്ങിലേക്ക് കൊണ്ടുവരിക. അതായത് മറ്റ് കാർബൺ എമിഷൻ ഇല്ലാത്ത ടെക്നോളജികൾ യൂസ് ചെയ്ത് ട്രക്കുകൾ ഓടിക്കുക എന്നുള്ള വലിയൊരു ഇനീഷ്യേറ്റീവ് ഇന്ത്യ ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത് രണ്ടും ന്യൂസിൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദി ഫോളോയിങ് പേഴ്സ് ഓഫ് സിറ്റീസ് ആൻഡ് കൺട്രീസ്. അപ്പോൾ സിറ്റീസിന്റെ ലിസ്റ്റും കൺട്രീസിന്റെ ലിസ്റ്റും തന്നിട്ടുണ്ട്. ഹൗ മെനി ഓഫ് ദി പേഴ്സ് ആർ കറക്റ്റ്ലി മാച്ച്ഡ് എന്നാണ് പറയേണ്ടത്. വെലം ഇന്തോനേഷ്യ, ബാക്കു അസർബൈജാൻ, ബോൺ പോളണ്ട് ആൻഡ് വാഴ്സോ ജർമ്മനി. ഒരു നോർമൽ UPSC ആസ്പിരന്റിനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ബാക്കു അസർബൈജാൻ ആണ് എന്നറിയാം. കാരണം റീസെന്റ് UNFCCയുടെ കോപ്പ് നടന്ന അവിടെ വെച്ചിട്ടാണല്ലോ, അതായത് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് നടന്നത് ബാക്കുവിൽ വെച്ചിട്ട് നടന്നു എന്നുള്ളത്. ബാക്കു അസർബൈജാനിലാണെന്നും അറിയാം.
ക്ലിയർ ആയി. ഇനി വാഴ്സോ പാക്ട് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? വേൾഡ് ഹിസ്റ്ററിയിൽ വാഴ്സോ പാക്ട്, കോൾഡ് വാർ സമയത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. വാഴ്സോ ഈസ് ഇൻ പോളണ്ട് എന്ന് നമുക്കറിയാമെങ്കിൽ നമ്മൾ ഇതിനെ എലിമിനേറ്റ് ചെയ്യും. വാഴ്സോ പോളണ്ടിലാണ്. അപ്പൊ വാഴ്സോ പോളണ്ടിലാണെങ്കിൽ ഇവിടെ ദേ മോളിൽ പോളണ്ട് കിടപ്പുണ്ട്, അതും റോങ് ആവാനുള്ള ചാൻസ് അല്ലേ? തീർച്ചയായും. ബിക്കോസ് ബോൺ ഈസ് ഇൻ ജർമ്മനി. ബോൺ ജർമ്മനിയിലാണ്. ആൻഡ് ഇനി ലാസ്റ്റ് വൺ ഒന്നുകൂടെ ക്രാക്ക് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടി. ബലം എന്ന് പറയുന്നത് എവിടെയാണ്? ബലം ഇന്തോനേഷ്യയിലല്ല. എന്തുകൊണ്ടത് പറയാൻ ഒക്കുന്നു? ബലം ഇന്തോനേഷ്യയിൽ എന്താന്ന് പറയാനൊക്കെ കാരണം ബലം എവിടെയാണ്? ബലം ഈസ് ഇൻ ബ്രസീൽ. കാരണം നെക്സ്റ്റ് കോപ്പ് നടക്കാൻ പോകുന്നത് അവിടെയാണ്. നെക്സ്റ്റ് COP, കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ഓഫ് UNFCC നടക്കാൻ പോകുന്നത് ബലം ഇൻ ബ്രസീലിലാണ്. സോ ദാറ്റ് മീൻസ് only one pair is correct. അസർബൈജാൻ, ബാക്കു എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രമാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ ഈ സിറ്റികളിലെല്ലാം എന്താണ്? കോൺഫറൻസ് ഓഫ് പാർട്ടീസ് നടന്നിട്ടുള്ളതാണ്. ആ കണക്ഷനിലാണ് ഇവിടെ ചോദ്യം വന്നിട്ടുള്ളത്. സോ നെക്സ്റ്റ് വൺ നടക്കാൻ പോകുന്നത് ബലമാണ്. ഇതിനു മുമ്പ് ബാക്കുവിൽ നടന്നു, അതിനു മുമ്പ് ബോണിൽ നടന്നിട്ടുണ്ട്, വാഴ്സോയിൽ നടന്നിട്ടുണ്ട്, എല്ലായിടത്തും നടന്നിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വിത്ത് റെഫറൻസ് ടു പ്രൈമറി അമീബിക് മെനിഞ്ചോഎൻസെഫലൈറ്റിസ് കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഇറ്റ് ഈസ് എ റെയർ ത്രോട്ട് ഇൻഫെക്ഷൻ കോസ്ഡ് ബൈ അമീബ. ഒരു അമീബയുടെ പേര് ഇവിടെ തന്നിട്ടുണ്ട്, ഞാനത് വായിക്കുന്നില്ല. ഇറ്റ് ഈസ് എ റെയർ ത്രോട്ട് ഇൻഫെക്ഷൻ എന്നാണ് പറയുന്നത്. സോ മെനിഞ്ചോ എൻസെഫലിറ്റിസ് ആണ്. മെനിഞ്ചൈറ്റിസ് എവിടെയാണുള്ളത്? ഇറ്റ്സ് ഇൻ ബ്രെയിൻ അല്ലേ? ബ്രെയിനിലാണ് മെനിഞ്ചസ് ഉള്ളത്. സോ എൻസെഫലിറ്റിസ് ബാധിക്കുന്നത് എവിടെയാണ്, അല്ലെങ്കിൽ മെനിഞ്ചൈറ്റിസ് ബാധിക്കുന്നതൊക്കെ എവിടെയാണ്? ബ്രെയിനിലാണ്. സോ ഇതൊരു ത്രോട്ട് ഇൻഫെക്ഷൻ അല്ല. വേണം നമുക്ക് ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് ആൻസർ ക്രാക്ക് ചെയ്യാനൊക്കത്തുള്ളൂ, അല്ലാതെ ഫുള്ളായിട്ട് പഠിച്ച് ചിലപ്പോഴൊന്നും ക്രാക്ക് ചെയ്യാനൊക്കത്തില്ല. വിത്ത് റെഫറൻസ് ടു പ്രൈമറി അമീബിക്ക് മെനിഞ്ചോ എൻസെഫലിറ്റീസ്. എൻസെഫലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തല വലുതാകുന്നതിനെയാണ് എൻസെഫലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പം മെനിഞ്ചസ് വലുതാവുക. സോ അതൊരു ത്രോട്ട് ഇൻഫെക്ഷൻ അല്ല. നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്തു. The organism thrives in warm fresh water and enters human body through nose. നോസിൽ കൂടെയാണ് ഇത് ശരീരത്തിനുള്ളിലേക്ക് കയറുന്നത് എന്ന് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു. ഇത് നമ്മൾ കേട്ടിട്ടില്ലേ? നമ്മുടെ നാട്ടിലൊക്കെ കേൾക്കുന്ന സാധനം എന്താണ്? അമീബിക് മസ്തിഷ്ക ജ്വരം. അതാണ് ഈ കൊടുത്തേക്കുന്നത്. PAM എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് അതാ, അമീബിക് മസ്തിഷ്ക ജ്വരം. അത് ഇതുവഴിയാണ് കയറുന്നത്? വെള്ളത്തിൽ കൂടെയല്ലേ? വെള്ളത്തിൽ കുളിക്കാൻ ഇറങ്ങുമ്പോൾ, നീന്താൻ ഇറങ്ങുമ്പോഴാണ് ഇത് ഏറ്റവും കൂടുതൽ കയറുന്നത് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ പത്രത്തിൽ കാണുന്നത്. സോ സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ. ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. PAM ഇസ് എ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ദാറ്റ് സ്പ്രെഡ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഒരു വ്യക്തിയിൽ നിന്നും അടുത്ത വ്യക്തിയിലേക്ക് ഇത് പകരുന്നുണ്ട് എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം അത് തെറ്റാണ്. കാരണം എന്തുകൊണ്ട് തെറ്റെന്ന് പറയുന്നു? ഒരാൾ കുളത്തിലോ മറ്റു കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളിൽ എവിടെയെങ്കിലും കുളിക്കാൻ ഇറങ്ങുമ്പോഴാണ് അയാളുടെ ശരീരത്തിലേക്ക് ഇത് കയറുന്നത്. അല്ലാതെ നോർമലി ഇപ്പൊ നിപ്പയൊക്കെ പോലൊക്കെ ഒരു ശരീരത്തിൽ നിന്നും അടുത്ത മനുഷ്യ ശരീരത്തിലേക്ക് ഇത് നോർമലി സ്പ്രെഡ് ആവുകയല്ല. തുമ്മുമ്പോഴോ അല്ലെങ്കിൽ ഒന്ന് ടച്ച് ചെയ്യുമ്പോഴോ കോണ്ടാക്റ്റിൽ വരുമ്പോഴോ ഒന്നുമല്ല, പേഴ്സൺ ടു പേഴ്സൺ സ്പ്രെഡ് ആവുന്നില്ല. പകരം ഇത് വെള്ളത്തിൽ കൂടെ മൂക്കില് നോസ്ട്രൽസിലേക്ക് കയറിയിട്ട് അങ്ങനെയാണ് ഇത് ബ്രെയിനിലേക്ക് സ്പ്രെഡ് ആവുന്നത്. സോ 1ഉം 3യും തെറ്റി. ആൻഡ് ഫോർത്ത് വൺ നോക്കൂ. നോ സ്റ്റാൻഡേർഡ് എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് എക്സിസ്റ്റ് ഫോർ ദിസ് കണ്ടീഷൻ. ഇതിന് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ഇല്ല എന്ന് പറയുന്നു. ആൻഡ് ദാറ്റ് ഈസ് ട്രൂ അല്ലേ? നമുക്ക് ഇവിടെ തന്നെ അറിയാം, അമീബിക് മസ്തിഷ്ക ജ്വരത്തിൽ ഇതുവരെ സ്റ്റാൻഡേർഡ് ആയിട്ടൊരു എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് വന്നിട്ടില്ല. ട്രീറ്റ്മെന്റ്സ് കൊടുക്കുന്നുണ്ട്, കുറച്ചൊക്കെ കേസസിൽ അത് എഫക്റ്റീവ് ആവുന്നുണ്ട്, കുറേ കേസസിൽ ഇല്ല, ആളുകൾ മരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ഇതുവരെ ഇതിന് ഡെവലപ്പ് ചെയ്തുകൊണ്ട് സ്റ്റാൻഡേർഡ്, ഞാൻ പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഇതുവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടില്ല. സോ നമുക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ 2ഉം 4ഉം കറക്റ്റ് ആണ്. only 2 എന്ന് പറയുന്ന ആൻസറിലേക്ക് നമ്മൾ എത്തേണ്ടി വരും. ക്ലിയർ ആയല്ലോ?